ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര നരച്ച മുടിയാണെങ്കിലും കറുപ്പാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടുകളിലുള്ള ഈ സാധനങ്ങൾ മാത്രം മതി. അടുക്കളയിലുള്ള ഈ സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. അതിനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് തേയിലപ്പൊടിയും നമ്മുടെ വീട്ടിലെ ഉലുവായും മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ തേയിലപ്പൊടിയുടെയൊക്കെ ഒരു ഗുണങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ മുടിയെ നല്ല കറുപ്പാക്കാനും മുടി നല്ല രീതിയിൽ തന്നെ വളരാനും ഉലുവായ, തേയിലപ്പൊടി, അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്കൊരു ഇരുമ്പ് ചട്ടിയിൽ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോകാതെ ഒരു എല്ലാവർക്കും അറിയാൻ പറ്റും, കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് കരിച്ചെടുക്കണം. കത്തിക്കരിഞ്ഞ് പോകരുത്. അതിനുശേഷം നമുക്ക് ആദ്യമേ തേയിലപ്പൊടി ഇട്ടാണ് ഞാനൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കുന്നത്. നല്ല ചൂടാക്കിയതിന് ശേഷമാണ് ഉലുവായും നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒന്ന് കത്തിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒരു കളറ് മാറി നല്ലൊരു പൊടി പോലെ വരുമ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അത് നല്ലപോലെ ഒന്ന് പൊടിച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കേണ്ട, പകരം ഈ രീതിയിൽ നിങ്ങളാക്കിയെടുക്കാം. ഇരുമ്പ് ചട്ടിയിലേക്ക് ആ പൊടിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അന്നപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് അരിഞ്ഞ് കിട്ടാനൊക്കെ, അതായത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ആ തടിയെല്ലാം പോയി ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണേ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മുടിക്ക് വളരെ നല്ലതാണ്. നെല്ലിക്കാപ്പൊടി മുടി കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി വളരാൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും ഒരുപോലെ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എണ്ണമയം ഇല്ലാത്ത മുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അത് കഴുകിക്കളഞ്ഞാൽ മതി. കുളിക്കുന്ന മുമ്പ് നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മതി. ഇതിനായിട്ട് നമ്മൾ ഷാമ്പുവോ അതുപോലെ തന്നെ താളിയൊന്നും തേക്കേണ്ട കാര്യമില്ല. സദാ പച്ചവെള്ളത്തിൽ കളഞ്ഞാൽ മതി. ഇതിൻ്റെ ഓയിലിൻ്റെ ഒരു അംശം ഒന്നും ഇല്ലാത്ത കൊണ്ട് ഇത് ധൈര്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തലയിലേക്ക് തേക്കുകയും ചെയ്യാം. സോപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ കയ്യിലൊന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കറുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നരച്ച മുടി നിങ്ങൾക്ക് നെറ്റിയുടെ നര, അതുപോലെ തന്നെ ഫുള്ളും മുടി നരച്ചവർക്ക് പോലും വളരെ നല്ലതാണ്. മുടി നല്ല കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ്. പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇത് നാച്ചുറൽ റെമഡിയാണ്. നമ്മൾ കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് കറുപ്പ് കിട്ടത്തില്ലെങ്കിൽ ഇത് നമുക്ക് പതുക്കെ ആണെങ്കിൽ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മുടി കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമാണ്. എല്ലാവരും സേഫായിട്ടിരിക്കണേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോടെ വരുന്നതായിരിക്കും.